പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 പേജ് നമ്പർ 180 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് നമ്മുടെ ഫിഗർ ഇറ്റ് ഔട്ടിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ്. ഈ തന്നിരിക്കുന്നതിൻ്റെ പ്രൊഡക്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യൂസ് എ യൂണിറ്റ് സ്ക്വയർ ആസ് എ ഹോൾ ഫോർ റെപ്രസെൻറ്റിങ് ദി ഫ്രാക്ഷൻ. അപ്പോൾ ഒരു യൂണിറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഈ ഫ്രാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുഴുവൻ കാണുന്ന ഇതാണ് യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ഇത് മൊത്തത്തിലൊരു യൂണിറ്റ് സ്ക്വയറാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 1/3 × 1/5 ആണ്. അപ്പോൾ നമ്മളിതിനെ 5 റോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 1/5 എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും പോർഷനാണ് 1/5. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി 1/3 എന്ന് പറയുന്നത് എന്ത് വരും? വീണ്ടും ഇതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പോർഷൻ 1/3 ആയിട്ട് വരും. ഓക്കെ, ഈ 1നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/3. അപ്പോൾ 1/3 × 1/5 എന്ന് പറയുന്നത് എന്താ? ഇത് 1/5, ഇത് 1/3. ഈ വരുന്ന പോർഷനാണ് 1/5 × 1/3. ഇപ്പോൾ ഇത് ടോട്ടൽ എത്ര ഈക്വൽ പാർട്സ് ആയി? 15 ഈക്വൽ പാർട്സ് ആയി. അതിലെ ഒരു പോർഷൻ. അപ്പോൾ 1/3 × 1/5 എന്ന് പറയുന്നത് എന്ത് വരും? 1/15 വരും. ആൻസർ അപ്പോൾ എന്ത് വരും? 1/15. ഇനി അടുത്തത് രണ്ടാമത്തത് 1/4 × 1/3. അപ്പോൾ ഇവിടെ നമ്മളൊരു യൂണിറ്റ് സ്ക്വയർ എടുക്കുന്നു. 3 ഈക്വൽ പാർട്സ് ആയിട്ട് റോ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 3 റോ ആക്കുന്നു. അപ്പോൾ അതിൽ ഈ ഒരു പോർഷൻ എന്ത് വരും? 1/3 വരും. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? 1/4. അപ്പോൾ ഈ 1/3 1/4 കൂടെ ചേർന്ന് വരുന്ന ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം 1/3 ഇതിനെ 3 റോയും 4 കോളവുമായിട്ട് ഡിവൈഡ് ചെയ്തപ്പം മൊത്തം 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിലെ 1/3 1/4 കൂടെ ചേർന്ന് വരുന്നത് ഈ ഒരു പോർഷനാണ്. അതായത് 1/12. സോ ആൻസർ ഈസ് 1/12. ഇനി അടുത്തത് 1/5 × 1/2. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ് സ്ക്വയർ എടുത്തിട്ട് 2 റോസ് ആയിട്ട് ഇതിനെ എടുക്കുന്നു. അതിലെ ഈ ഒരു പോർഷൻ 1/2 എന്ന് പറയുന്നത് എന്താ? 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ ഒരു പോർഷൻ. ഇതാണ് 1/2. അതിനെ വീണ്ടും നമ്മൾ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1/5 എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ മൊത്തം 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 1/2 × 1/5 എന്ന് പറയുന്നത് അപ്പോൾ ഷെയ്ഡ് ചെയ്ത് വരുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ എന്ത് കിട്ടും? അതെന്ന് പറയുന്നത് 10, ഈ മൊത്തം 10 പാർട്സിലെ ഒരു പോർഷനാണല്ലേ. അപ്പോൾ 1/10 എന്ന് കിട്ടും. ഇനി അടുത്തത് 1/6 × 1/5. അപ്പോൾ നമ്മൾ യൂണിറ്റ് സ്ക്വയർ എടുത്തിട്ട് 5 റോ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ഈ ഒരു റോയാണ് 1/5. അതിനെ വീണ്ടും നമ്മൾ 6 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ഈ ഒരു പോർഷനാണ്, ഈ 6 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു പോർഷനാണ് 1/6. അപ്പോൾ മൊത്തം എത്രയായി? 30 പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. അതിൽ ഷെയ്ഡ് ചെയ്ത ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിൽ ഈ ഒരു പോർഷനാണ് നമുക്ക് ഉള്ളത്. അപ്പം 1/30. അപ്പോൾ 1/6 × 1/5 എന്ന് പറയുന്നത് 1/30 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തത് നൗ ഫൈൻഡ് 1/12 × 1/18. ഇത് തമ്മിൽ നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ വരച്ച് ചെയ്യുന്നത് ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ എങ്ങനെയാണോ ചെയ്തത്, മുകളിൽ എങ്ങനെയാണോ നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത്, അത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ കേസിലും നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഹോളിനെ നമ്മൾ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്താണ് നമ്മൾ മുകളിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ. ഇതെല്ലാം നമ്മൾ ചെയ്തത് റോ ആയിട്ടും കോളമായിട്ടും
ഡിവൈഡ് ചെയ്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ മുകളിലെല്ലാം നമ്മൾ ഈ ചെയ്ത ഇപ്പോൾ ഫസ്റ്റ് 1 എടുക്കുവാണെങ്കിൽ 1/3 ഇൻറ്റു 1/5. ഇതിലെ 1/3 എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലയർ ആണ് അല്ലേ? 1/5 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കൻ്റ് ആണ് അല്ലേ? അപ്പം നമ്മൾ ഇതുവരെ ചെയ്തതിലെല്ലാം ഈ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഡിനോമിനേറ്ററിനെ ആണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? റോസ് ആയിട്ട് എടുത്തത്. മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്ററിനെ ആണ് നമ്മൾ കോളംസ് ആയിട്ട് എടുത്തത് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1/12 ഇൻറ്റു 1/18 1/12 എന്ന് പറയുന്നത് മൾട്ടിപ്ലയറും 1/18 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കൻറ്റുമാണ്. അപ്പം എത്ര റോസ് വരും? 18 റോസ് വരും, 12 കോളം വരും. ഓക്കെ, 12 കോളമും വരും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ നമ്പർ ഓഫ് റോസ് ഈസ് ദ ഡിനോമിനേറ്റർ ഓഫ് ദി മൾട്ടിപ്ലിക്കൻ വിച്ച് ഈസ് 18. അപ്പോൾ ഇവിടെ എത്ര റോ കാണും? 18 റോസ് കാണും. പിന്നെന്താ? ദ നമ്പർ ഓഫ് കോളംസ് ഈസ് ദി ഡിനോമിനേറ്റർ ഓഫ് ദി മൾട്ടിപ്ലയർ വിച്ച് ഈസ് 12. കോളം എന്ന് പറയുന്നത് 12ഉമാണ്. അപ്പം നമ്മൾ ഈ ഹോളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? 18 ഇൻറ്റു 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. മുകളിലുള്ളത് ഒക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അല്ലേ? 1/3 ഇൻറ്റു 1/5 ചെയ്തപ്പോൾ നമുക്ക് 5 റോസും അല്ലേ? 5 റോസും പിന്നെന്താ 3 കോളംസ് ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 15 ഈക്വൽ പാർട്സ് കിട്ടി. അതായത് റോയും കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? റോയും കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത 12 ഇൻറ്റു 18 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? അതെത്രയാണ്? 216 എന്നത് നമുക്ക് കിട്ടും. അപ്പോൾ 1/216 ആയിരിക്കും 1/18ഉം 1/12ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വലിയ വലിയ നമ്പേഴ്സ് തരുമ്പോൾ നമുക്ക് ഇതേപോലെ വരച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മുകളിൽ ചെയ്ത പ്രോബ്ലംസിൻ്റെ അതേ അങ്ങനെയാണോ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത് അത് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വെൻ 2 ഫ്രാക്ഷണൽ യൂണിറ്റ്സ് ആർ മൾട്ടിപ്ലൈഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 1 പ്രൊഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ 2 ഫ്രാക്ഷണൽ യൂണിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 1 പ്രൊഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ് ആയിരിക്കും അല്ലേ? ഇവിടെ 18ഉം 12ഉം ഡിനോമിനേറ്റേഴ്സ് ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1/8നെ നമ്മൾ 1/b എന്നെടുക്കുന്നു, 1/12നെ 1/d എന്നെടുക്കുന്നു. ഇത് ഈസ് ഈക്വൽ ടു 1 പ്രൊഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ് ദാറ്റ് ഈസ് b ഇൻറ്റു d. അപ്പോൾ 1/b ഇൻറ്റു d എന്നെടുക്കാം. ഇനി അടുത്തത് ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് യൂസ് എ യൂണിറ്റ് സ്ക്വയർ ആസ് എ ഹോൾ ഫോർ റെപ്രസെൻറ്റിംഗ് ദി ഫ്രാക്ഷൻസ് ആൻഡ് ക്യാരിയിങ് ഔട്ട് ദി ഓപ്പറേഷൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ യൂണിറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 2/3 ഇൻറ്റു 4/5. അപ്പോൾ ഇവിടെ എത്ര റോ കാണും? 5 റോസ് കാണും, 3 കോളംസും കാണും. അപ്പോൾ ഈ ഫസ്റ്റ് വൺ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ 5 റോസ് ആണ് വരയ്ക്കുന്നത് കേട്ടോ. 1 2 3 4 5. 1 2 3 4 5. എത്രയാണ് വരേണ്ടത്? 4/5 ആണ് വരേണ്ടത്. അപ്പോൾ 4/5 എന്ന് പറയുമ്പം ഈ വരച്ചതിലെ 4 പോർഷൻസ് ദാ ഇവിടെ വരെ വരും. 1 2 3 4 ഇവിടെ വരെ വരും. കണ്ടോ? ഇതാണ് 4/5 എന്ന് പറയുന്നത്. ഇത്രയും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷനാണ് 4/5. ഓക്കെ, ഇനി അടുത്തത് 2/3. അപ്പോൾ എന്ത് വരും? എത്ര കോളംസ് വരും? 3 കോളംസ് വരും. 1 2 3 1 2 3. അപ്പോൾ 2/3 എന്ന് പറയുന്നത് എന്ത് വരും? ഇതാ ഇത്രയും വരും. അപ്പോൾ ഇത് 4/5ഉം ഇത് 2/3ഉം. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഈ റെഡ് കളറിൽ കാണുന്ന എത്രയുണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ എന്ത് കിട്ടി? 8 ഈ യൂണിറ്റ് സ്ക്വയറിനെ മൊത്തം എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 5 ഇൻറ്റു 3 15. അപ്പോൾ എന്ത് കിട്ടും?
8/15 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ 8/15 ആണ്. അതിനെ നമ്മൾ യൂണിറ്റ് സ്ക്വയറിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തത് 1/4 × 2/3. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലയർ, ഇത് മൾട്ടിപ്ലിക്കൻറ്റ്. മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഡിനോമിനേറ്റർ ആണ് എന്തായിട്ട് വരുന്നത്? റോ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ യൂണിറ്റ് സ്ക്വയർ വരയ്ക്കുന്നു. യൂണിറ്റ് സ്ക്വയറിനെ എത്ര റോ ആക്കുന്നു? 3. അപ്പോൾ 1 2 3. അതിൽ 2/3 എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം വരുന്നതാണ്. ഇതാണ് 2/3. ഇനി എന്ത് ചെയ്യണം? 1/4 എത്ര കോളംസ് വരണം? മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 4. അപ്പോൾ 4 കോളംസ് വരണം. 1 2 3 4. 1 2 3 4 വന്നു. 1/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/4 എന്ന് പറയുമ്പോൾ ഇതാ ഇത്രയും വരും അല്ലേ? ഇതാണ് 1/4. അപ്പോൾ മൊത്തം എത്ര ഈ സ്ക്വയർ യൂണിറ്റിനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തു? 4 × 3 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിൽ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2/12. 2/12 എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1/6 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1/6. ഇനി അടുത്തത് 3/5 × 1/2. അപ്പോൾ എത്ര റോ കാണും? മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 2. 2 റോ കാണും. ഇതാണ് 1/2. 1/2 എന്ന് പറയുന്നത് അപ്പം ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിലെ ഒരു പോർഷൻ, അതായത് ഇത്രയും. ഇതാണ് 1/2. ഇനി എത്ര കോളംസ് ആക്കണം? മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 5. അപ്പോൾ 1 2 3 4 5. 1 2 3 4 5. അതിൽ 3/5. 3/5 എന്ന് പറയുമ്പോൾ 1 2 3 അല്ലേ? ഈ 5ൽ 3 പാർട്സ് ഇത്രയും വരും. ഇതെന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്താൽ ഇതാ ഇത്രയും. അപ്പോൾ ഇത് എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് എടുത്തത്? 5 × 2 ഡിനോമിനേറ്ററിൻ്റെ പ്രൊഡക്റ്റ് 10 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ 1 2 3 ഷെയ്ഡ് ചെയ്ത പോർഷൻ 3 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 3/10. ഇനി അടുത്തത് 4/6 × 3/5. മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 5. അപ്പോൾ 5 റോസ് ഇവിടെ വേണം. അപ്പോൾ 1 2 3 4 5. 4 ലൈൻസ് വരയ്ക്കുമ്പോൾ 5 റോസ് ആകും കേട്ടോ. 1 2 3 4 5. അപ്പോൾ ഇതിൽ 3/5 എന്ന് പറയുന്നത് എന്ത് വരും? 3/5 എന്ന് പറയുന്നത് ഇതിലെ 3 പാർട്സ് അല്ലേ? 1 2 3 ഇത്രയും വരുന്നതാണ് 3/5 എന്ന് പറയുന്നത്. ഇത്രയും. അടുത്തത് കോളം എന്ന് പറയുന്നത് മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 6. അപ്പോൾ ഇതിനെ വീണ്ടും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1 2 3 4 5 6. 4/6 എന്ന് പറയുമ്പം ഇതിലെ 4 പാർട്സുകൾ വരും. അതായത് 1 2 3 4 ഇത്രയും വരും. ഇത്രയും. ഇതാണ് 4/6. അപ്പോൾ നോക്കിയേ, ഇത് 6 × 5 എത്ര ഈക്വൽ പാർട്സായി? 30 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 4 × 3 12. അപ്പോൾ 12/30 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഇത് സ്ക്വയർ യൂണിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ടും പേജ് നമ്പർ 180 ആൻഡ് 181 ഈ ഒരു ഫിഗർ ഇറ്റ് ഔട്ടും കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.